ഹായ് ഏട്ടാ മേക്കപ്പിലാണ് ഇന്ന് ചേട്ടൻ ഷൂട്ട് നടക്കാൻ പോലെ നമ്മളങ്ങനെ ചെറിയൊരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, ചെറിയ വീഡിയോ. ഓക്കെ റെഡിയല്ലേ? ആ റെഡി. മറ്റേ അടുത്ത ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് ആണ് 19ാം നൂറ്റാണ്ട് പ്രൊമോഷൻ സ്റ്റേജുകള് ടിനീച്ചറിൻ്റെ കൂടെ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫുൾ ടൈം ചിരിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് എന്നെ തന്നെ ബോധിപ്പിച്ച അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഒരു ചേട്ടനാണ് ടിനിച്ചേട്ടൻ. ടിനിച്ചേട്ടൻ പറഞ്ഞു, നിനക്ക് അസലായിട്ട് കോമഡി ചെയ്യാൻ പറ്റും, നീ ഒന്നും ചെയ്യണ്ട, ഒരാഴ്ച എൻ്റെ കൂടെ കൂടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിരുന്നു. അടുത്ത സിനിമകളിൽ തീർച്ചയായിട്ടും എല്ലാ ജോണറിലും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഹാസ്യ നടൻ, ആളുടെ കുറെ കാര്യങ്ങൾ ഇഷ്ടമാണ്. നാച്ചുറലി സ്ക്രീനിലൊക്കെ ഏറ്റവും കൂടുതൽ രണ്ടുപേരാണ്. ഒന്ന് തമിഴ് നാഗേഷ്, മലയാളത്തില് ജഗതി അമ്പളിച്ചേട്ടൻ. ചോദിച്ചോ? ചിരിച്ച ഫേസ് കൊടുത്തത് കൊള്ളാം. മനുഷ്യനിങ്ങനെ ഫോട്ടോഷൂട്ട്സ് ഒന്നും ചെയ്യാതെ അധികം നമ്മൾ കണ്ടിട്ടില്ല. കുറെ മൊബൈൽ പിക്ചേഴ്സും അല്ലെങ്കിൽ ഇപ്പോ ഫംഗ്ഷന് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ഫ്ലോറിൽ അപ്പൊ ഇനി എന്താണ് ഇതിനൊരു പ്രചോദനം? എന്താണ് പ്രചോദനമൊന്നുമില്ല, എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു. കാണാൻ പറ്റും. തീർച്ചയായിട്ടും നല്ല എന്താ പണി അറിയാവുന്ന ആളുകളുടെ കൂടെയാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവരെന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യനെ കുറിച്ചൊരു ഗോസിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോ എനിക്ക് ഒരു പ്രേക്ഷകൻ നിലക്കാണ് ചെയ്യുന്നത്, ക്യൂരിയോസിറ്റിയാണ്. മനുഷ്യൻ ഇപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട് വർക്ക്ഷോപ്സ്, പഠിക്കാൻ ഇപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തെറ്റാണ് ശരിയാണ്? ശരിയാണ്. അത് ഗോസിപ്പാണോ? നല്ല കാര്യമല്ലേ? ഞാൻ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആക്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്താ പറയുക, പുതിയതായിട്ട് വരുന്നവരോട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, ഷെയർ ചെയ്യാം. അവരുടെ എക്സ്പീരിയൻസ് നമ്മളെടുക്കും, നമ്മുടെ എക്സ്പീരിയൻസ് അവർക്കും പകരുക എന്നുള്ളൊരു പ്രോസസ്സ്, അത് ഇഷ്ടമുള്ള പരിപാടിയാണ്. കൂടുതലും ഞാൻ എക്സൈറ്റഡ് ആവുന്നത് ആക്ടിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. മനുഷ്യൻ എന്താ പറയുക, പുതിയതായിട്ട് വരാനുള്ള തലമുറ അല്ലെങ്കിൽ പുതിയതായിട്ട് സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഡ്വൈസ് ആയിട്ട് എന്തെങ്കിലും പറയാം? അഡ്വൈസ് എന്ന് പറയാൻ മാത്രം ഞാൻ അങ്ങനെ വലിയ ആളല്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പല സീനിയേഴ്സിൻ്റെ അഡ്വൈസ് വാങ്ങിച്ചാൽ ഞാൻ പോകുന്നു. അപ്പം അത് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമ്മളുടെ ആഗ്രഹം, ആ ആഗ്രഹം ഒട്ടും കുറയാതെ എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയുക അത്ര നാൾ കൊണ്ടുപോകുക. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക, കൺവെർട്ടായി പോകാതിരിക്കുക. അതായത് വേറെ എന്തെങ്കിലും കുറുക്കു വഴികളോ അല്ലെങ്കിൽ ഇത് മടുപ്പ് തോന്നുമോ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു നല്ല ലക്ഷ്യത്തിൽ പോവുക. എന്താ പറയുക, നല്ല പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. എടുത്തു. മൺചേട്ടനെ കുറിച്ചിട്ട് വേറെ കാര്യം ചോദിക്കാം. ഇതൊക്കെ എന്റെ അറിവുള്ള കാര്യങ്ങളാണ്. മൺചേട്ടൻ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ മൺചേട്ടൻ എത്ര പേയ്മെന്റ് എടുക്കുന്നത് സിനിമ, അല്ലെങ്കിൽ അത്ര കിട്ടില്ല അഭിനയിക്കുള്ളൂ, അതൊക്കെ എങ്ങനെയാണ് മൺചേട്ടാ? നീ പ്രൊഡക്ഷൻ കൺട്രോളറാണോ? ഇല്ല, പേയ്മെന്റ് അറിയാലോ. നമുക്ക് എന്താ പറയുക, ഒരു പരിധി കഴിഞ്ഞാൽ പാഷൻ മാത്രം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പാഷനുണ്ട്, പക്ഷെ പ്രൊഫഷണൽ ആകുമ്പോൾ നമുക്ക് പൈസ ഒന്നും നോക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, എന്തായാലും ഒഴിയോ എന്ന് തോന്നുന്ന ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
എനിക്കൊരു ക്യാരക്ടറിന് ഞാൻ ഇടുന്ന എഫർട്ട്, അതിൻ്റെ ഡേറ്റ്സ്, ആ പടം ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന അതെല്ലാം ബാലൻസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് അടയ്ക്കാനുള്ള ലോണും നമ്മുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ നമ്മളൊരു ഇത് പറയുന്നത്. പിന്നെ നമുക്ക് അത്ര വാങ്ങാൻ യോഗ്യത ഉണ്ടോയെന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാവില്ല. ആ അന്വേഷണത്തിൻ്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ ഞാനൊരു എമൗണ്ട് ഇന്നവരെ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞ എമൗണ്ടിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ കടിച്ചു തൂങ്ങി പിടിച്ച് ബഹളം ഉണ്ടാക്കി അത് കിട്ടിയില്ലെങ്കിൽ ആ ക്യാരക്ടർ വേണ്ട, ഞാൻ ചെയ്യുന്നില്ല എന്ന് ഇതേവരെ ഒരു പടവും കളഞ്ഞിട്ടില്ല. പിന്നെ തരാമെന്ന് പറയുന്ന പൈസ 25 പൈസ വരെ ഞാൻ ചോദിച്ച് പുറകെ കിടന്ന് വാങ്ങിക്കും. കാരണം ഈ 25 പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് നിനക്ക് 50 പൈസ തരാൻ. അതായത് നമ്മൾ ഇവിടുന്ന് വാങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സെറ്റിൽഡ് സിനിമാക്കാരനല്ല, അല്ലെങ്കിൽ പാരമ്പര്യ സിനിമാക്കാരനല്ല. ഞാൻ കയറി വന്ന് ഞാനിങ്ങനെ റോൾ ചെയ്ത് പോകുന്നു. അപ്പം അതുകൊണ്ട് നമ്മളത് ഡിസ്റ്റർബ് ചെയ്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും അങ്ങനെ അതുകൊണ്ടൊന്നും എനിക്കൊന്നും സംഭവിച്ചില്ല ലൈഫിൽ, അല്ലെങ്കിൽ സിനിമയിൽ അങ്ങനെ ഇനി അവനെ വിളിക്കണ്ട എന്നൊന്നും ആരും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ ബ്രേക്കുകൾ വരും. നമ്മൾ ഭയങ്കരമായിട്ട് കത്തിക്കയറി അവിടെ ബാക്ക് ടു ബാക്ക് സിനിമകളുള്ളൊരു കാലഘട്ടം വരും. അപ്പോൾ അതിനൊരു റെസ്റ്റ്, നമുക്കൊരു റെസ്റ്റ് എന്താ പറയുക, പ്രകൃതിയായിട്ട് തരുന്ന ഒരു ബ്രേക്ക് വരും. കുറച്ച് നാൾ നമ്മൾ വീട്ടിലിരിക്കും. അപ്പോൾ നമ്മുടെ മെൻ്റലൊക്കെ മാറും. നമ്മൾ വേറെ പല കാര്യങ്ങളും ആലോചിക്കും. വേറെ പുതിയ സുഹൃത്തുക്കൾ വരും. കുറേ പേര് നമ്മൾ നന്നാക്കാൻ വരും, കുറേ പേര് നമ്മൾ ചീത്തയാക്കാൻ വരും, ഹസനെ പോലെ. അപ്പോൾ നമുക്ക് കുറേ പുതിയ ആളുകളെ പഠിക്കാം. നമ്മൾ വീണ്ടും പബ്ലിക്കിലേക്ക് ഇറങ്ങും. നമ്മൾ പുതിയ പുതിയ ലൈഫുകൾ കാണും. അപ്പോൾ ഇതെല്ലാം നല്ലതാണ്, എല്ലാം പോസിറ്റീവാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണല്ലോ. ഞാൻ എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അവരോട് പെരുമാറുന്നതായിരിക്കാം. അപ്പോൾ അത് ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ സന്തോഷം. ഒരു ഗീവ് ആൻഡ് ടേക്കാണ്. അവർ ഇപ്പം ഞാൻ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ ഒരാൾ ബൈക്കിൽ നല്ല അത്യാവശ്യം സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ചവിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ എന്നെ കണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞതെന്നുള്ള അത്ര ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് സന്തോഷമുള്ള കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്.